എൻ്റെ അടുത്ത് ചോദിക്കുക ഞാൻ ഈ പ്രശ്നത്തെ പറ്റി വാട്ട് ഷുഡ് ഐ ഡു നെക്സ്റ്റ്, ഒരു ഈ പ്രശ്നമുണ്ട് വാട്ട് ഷുഡ് ഐ ഡു നെക്സ്റ്റ്. ആ ബോട്ട് അക്കോർഡിംഗ് ടു ലോസ് ആളുടെ അടുത്ത് പറയും എന്താ ചെയ്യണ്ടേ, എങ്ങനെ ചെയ്യണ്ടേ. അങ്ങനെ ഐ പ്ലീഡ് ദ ഫിഫ്ത്ത്, ഇതിന്റെ കാരണം പറയല്ലേ. അപ്പം അങ്ങനെ ഒരു കാര്യം വെച്ചിട്ട് ഞാനൊരു ഇന്ത്യൻ ലോ ബോട്ട് പോലെ ന്യായസാധ്യത തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിനൊക്കെ റൗൾ ഒറ്റയ്ക്കാണോ അതോ എങ്ങനെയാണ് ഈ പറയുന്ന ബോട്ട് ഉണ്ടാക്കാനും അതുപോലെ വീട്ടിൽ ഇപ്പോൾ ഓൾറെഡി ഒരു റോബോട്ട് ഉണ്ടെന്ന് പറഞ്ഞു, ഇതിനൊക്കെ എങ്ങനെയാണ് റൗളിന്റെ സോഴ്സസ്, എങ്ങനെയാണ് ഹെൽപ്പേഴ്സ് ഉണ്ടോ, ടീച്ചേഴ്സ് ഉണ്ടോ, പേരൻസ് ഉണ്ടോ, അതോ എനി അതർ ഫ്രണ്ട്സ്? സോ ഞാൻ മിക്കതും യൂട്യൂബ് നോക്കിയിട്ടാ തന്നെ പഠിച്ചേ. പക്ഷെ ഇപ്പൊ ആദ്യത്തെ ബോട്ട് തന്നെ ഉണ്ടാക്കാൻ സെയ്ദ് തന്നെ എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം ഈ ലോയർ ബോട്ട് ന്യായസാധ്യം ഉണ്ടാക്കാൻ വേണ്ടി ഹാരി ആക്ച്വലി എന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അവൻ വന്നതാ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തു. സോ വി ആർ നൗ ക്ലോസ് ഫ്രണ്ട്സ് ഓൾസോ. അപ്പൊ അവന്റെ കൂടെ ഞങ്ങളൊരു ദിവസം ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജോലി ആയിട്ട് എടുക്കത്തില്ല. ഒരു വിചാരിച്ചു ഇങ്ങനെ ഒരു കാര്യം ചെയ്താലോ. അപ്പം എൻ്റെ അപ്പോഴും ഫ്രണ്ടാ പറഞ്ഞ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് ചെയ്യാൻ പറ്റുമോന്ന്. അപ്പോൾ ഞങ്ങളിരുന്ന് നല്ല രസമായി തോന്നി. ഫൈൻ ട്യൂൺ ചെയ്ത് ലാമ മോഡലെടുത്ത് ഫൈൻ ട്യൂൺ ചെയ്ത് ഈ ഇൻഫർമേഷൻ ആഡ് ചെയ്ത് ഇന്ന് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇറ്റ് ഇസ് ജസ്റ്റ് ഫൺ. റൗളിൻ്റെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഇനി ഈ AI മാറി അതിനുശേഷം ഇനി ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്, ഓക്കെ, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് AGI അല്ലേ, അതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. എന്താണ് ആക്ച്വലി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബേസിക്കലി ഈ AI കഴിഞ്ഞിട്ട് ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ പോലെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ChatGPTയുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പം ഒരു ഹ്യൂമൻ പോലെയാണ് സംസാരിക്കുന്നത്, ബട്ട് കറക്റ്റ് ഹ്യൂമൻ അല്ല. മനസ്സിലായി? അത് ഞാൻ പറഞ്ഞുതരാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. ചൈനീസ് റൂം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു. ഇമാജിൻ ചെയ്യുക, ഒരു ആളുണ്ട്, ആ ആളുടെ പുറത്ത് ഒരു പെണ്ണ് ഒരു ലെറ്റർ ഇട്ടു, ചൈനീസ് അറിയോ എന്ന് ചോദിച്ചിട്ട്. ആ ആൾക്ക് പക്ഷെ ഇംഗ്ലീഷ് അറിയത്തില്ല, പക്ഷെ എന്തായാലും റിപ്ലൈ കൊടുക്കണം. അപ്പൊ ആ ലെറ്റർ എടുത്തിട്ട് വാക്കുകൾ എന്താണെന്ന് മനസ്സിലായില്ല. അപ്പൊ ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ചൈനീസ് അറിയോന്ന്, ചൈനീസ് ബുക്ക്. എന്നിട്ട് ഈ A ഈക്വൽ ടു ഈ ചൈനീസ് വാക്ക്, B ഈക്വൽ ടു ഈ ചൈനീസ് വാക്ക്, മാൻഡറിൻ. അപ്പം അത് നോക്കിയിട്ട് എഴുതി കൊടുത്തു, ആ ലെറ്റർ ഇട്ട് കൊടുത്തു. ആ പെണ്ണ് വിചാരിക്കും ഓ ഇവന് ഈ ചൈനീസ് അറിയാം. പക്ഷെ ആ ആൾക്ക് റിയലി ചൈനീസ് അറിയത്തില്ലല്ലോ, ഇംഗ്ലീഷ് അറിയാം. ആ ബുക്ക് ഇൻസ്ട്രക്ഷൻ നോക്കിയാണല്ലോ എഴുതി കൊടുത്തത്. അതുപോലെ തന്നെ നമ്മളാണ് ആ പെണ്ണ്. എന്തെങ്കിലും കൊടുക്കുമ്പോൾ ChatGPT ഇങ്ങനെ ഹ്യൂമൻ പോലെ തന്നെ പറയും, പക്ഷെ ആ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടോണ്ട് മാത്രം കറക്റ്റ് ഹ്യൂമൻ അല്ല. സോ അങ്ങനെയാണ് ഇപ്പോഴും AI തിങ്ക് ചെയ്യുന്നത്. പക്ഷെ AGI വരുമ്പം ഇമോഷണലി ഫുള്ളി ഒരു ഹ്യൂമൻ പോലെ. നമ്മള് ഇന്റലിജന്റ് ആണെന്ന് കാണിക്കുമല്ലോ, വി ആർ ഇന്റലിജന്റ്. സോ AI അങ്ങനെയും മാറും ഇൻ ദ ഫ്യൂച്ചർ ഫോർ ഷുവർ. ഓക്കെ, അപ്പോൾ അതാണ് AIയുടെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക, ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഇമോഷൻസും കൂടെ മനസ്സിലാക്കി നമുക്ക് അപ്ഡേറ്റുകൾ AIയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. റൗളപ്പം നമ്മൾ ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചു അല്ലേ. ഇപ്പോൾ റൗളിൻ്റെ പപ്പ മമ്മ എന്നാ വിളിക്കുന്നത്. ഓക്കെ, പപ്പ എന്ത് ചെയ്യുന്നു? എൻ്റെ അപ്പ ഇപ്പം ആക്ച്വലി അഡോബി, ആമസോൺ, IBM അവിടെ കുറെ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുള്ള. പക്ഷെ ഇപ്പം കറന്റ്ലി അഡോബിൽ വർക്ക് ചെയ്തോണ്ട് എനിക്ക് അഡോബ് പ്രീമിയർ പ്രോ എഡിറ്റ് ഒക്കെ ഞാൻ കിട്ടിയ. ഇപ്പൊ കറന്റ്ലി അപ്പ എക്സ്പെബാക്ക് എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അറിയാവോ? ഈ ഗൂഗിൾ പേ പോലെ അതായിട്ട്. ഓക്കെ, ഐ എം സർപ്രൈസ്. അവിടെ ലൈക്ക് അവിടെ ഞാൻ പോയി ഇങ്ങനെ ക്ലാസ് ഞാൻ അതിന്റെ റെഫറൽ പ്രോഗ്രാമിലൊക്കെ ഞാൻ ഏതൊരു പ്ലാറ്റ്ഫോം വന്നാലും അതിനകത്തൊക്കെ കയറി അതിന്റെ പ്രോസസ് ഒക്കെ നോക്കും. എക്സ്പേ ബാക്ക് അവരെന്തോക്കെ കുറച്ച് റെഫറൽ പ്രോഗ്രാംസ് ഒക്കെ അവർ ലോഞ്ച് ചെയ്ത ടൈമിൽ ഗൂഗിൾ പേ ഒക്കെ പോലെ തന്നെ അവിടെ സ്കാൻ ചെയ്ത ക്രിപ്റ്റോ ഉണ്ട്, അങ്ങനെ ഫുൾ അതാ. സോ എക്സ്പേ ബാക്ക് അവിടെ എൻ്റെ അപ്പ ജോലി ചെയ്യുന്നത്. അവിടെ ഞാൻ കുറെ മാർക്കറ്റിങ്ങിന്റെ കാര്യം അവിടെയൊക്കെ ഞാൻ AI ടൂൾസ് പറഞ്ഞു കൊടുക്കും, അതൊക്കെയുണ്ട്. പിന്നെ അമ്മ HCL ടെക്നോളജീസ് അവിടെ ഡയറക്ടർ, സൗത്തും ഐ തിങ്ക് മുംബൈ ടു. സോ രണ്ട് ഡയറക്ടർ. രണ്ടും ഡയറക്ടറാ. ഒരാളുള്ളൂ റൗൾ, ഒരാളേ ഉള്ളൂ അല്ലേ? ഒരാൾ മതിയല്ലോ അല്ലേ നമുക്ക് ഇതുപോലെ ഒരാള്. അപ്പോൾ റൗളിൻ്റെ പേരൻസിന് ഒരു ബിഗ് സല്യൂട്ട്. റൗളിന് ഇതുപോലെ സഞ്ചരിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തതിന് മറ്റുള്ള പേരൻസും എല്ലാവരും അവരുടെ മക്കൾക്ക് വഴി കാട്ടുന്നതിനോടൊപ്പം ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി അവരെ ഒന്ന് നയിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് ചിറക് വിടർത്തി പറക്കാൻ സാധിക്കും അല്ലേ റൗൾ.
അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പക്ഷേ ഇനിയും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. റൗളിൽ ഇനിയും ഒരുപാട് കണ്ടുപിടുത്തങ്ങളുമായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമുക്കിനി വീണ്ടും കാണണം. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ കണ്ട എല്ലാവർക്കും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു റൗൾ. താങ്ക് യു. റൗളിൻ്റെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഇനി ഈ AI മാറി അതിനുശേഷം ഇനി ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്, ഓക്കെ, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് AGI അല്ലേ, അതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. എന്താണ് ആക്ച്വലി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബേസിക്കലി ഈ AI കഴിഞ്ഞിട്ട് ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ പോലെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ChatGPTയുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പം ഒരു ഹ്യൂമൻ പോലെയാണ് സംസാരിക്കുന്നത്, ബട്ട് കറക്റ്റ് ഹ്യൂമൻ അല്ല. മനസ്സിലായി? അത് ഞാൻ പറഞ്ഞുതരാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. ചൈനീസ് റൂം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു. ഇമാജിൻ ചെയ്യുക, ഒരു ആളുണ്ട്, ആ ആളുടെ പുറത്ത് ഒരു പെണ്ണ് ഒരു ലെറ്റർ ഇട്ടു, ചൈനീസ് അറിയോ എന്ന് ചോദിച്ചിട്ട്. ആ ആൾക്ക് പക്ഷെ ഇംഗ്ലീഷ് അറിയത്തില്ല, പക്ഷെ എന്തായാലും റിപ്ലൈ കൊടുക്കണം. അപ്പൊ ആ ലെറ്റർ എടുത്തിട്ട് വാക്കുകൾ എന്താണെന്ന് മനസ്സിലായില്ല. അപ്പൊ ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ചൈനീസ് അറിയോന്ന്, ചൈനീസ് ബുക്ക്. എന്നിട്ട് ഈ A ഈക്വൽ ടു ഈ ചൈനീസ് വാക്ക്, B ഈക്വൽ ടു ഈ ചൈനീസ് വാക്ക്, മാൻഡറിൻ. അപ്പം അത് നോക്കിയിട്ട് എഴുതി കൊടുത്തു, ആ ലെറ്റർ ഇട്ട് കൊടുത്തു. ആ പെണ്ണ് വിചാരിക്കും, ഓ ഇവന് ഈ ചൈനീസ് അറിയാം. പക്ഷെ ആ ആൾക്ക് റിയലി ചൈനീസ് അറിയത്തില്ലല്ലോ, ഇംഗ്ലീഷ് അറിയാം. ആ ബുക്ക് ഇൻസ്ട്രക്ഷൻ നോക്കിയാണല്ലോ എഴുതി കൊടുത്തത്. അതുപോലെ തന്നെ നമ്മളാണ് ആ പെണ്ണ്. എന്തെങ്കിലും കൊടുക്കുമ്പോൾ ChatGPT ഇങ്ങനെ ഹ്യൂമൻ പോലെ തന്നെ പറയും, പക്ഷെ ആ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടോണ്ട് മാത്രം കറക്റ്റ് ഹ്യൂമൻ അല്ല. സോ അങ്ങനെയാണ് ഇപ്പോഴും AI തിങ്ക് ചെയ്യുന്നത്. പക്ഷെ AGI വരുമ്പം ഇമോഷണലി ഫുള്ളി ഒരു ഹ്യൂമൻ പോലെ. നമ്മള് ഇന്റലിജന്റ് ആണെന്ന് കാണിക്കുമല്ലോ, വി ആർ ഇന്റലിജന്റ്. സോ AI അങ്ങനെയും മാറും ഇൻ ദ ഫ്യൂച്ചർ ഫോർ ഷുവർ. ഓക്കെ, അപ്പോൾ അതാണ് AIയുടെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക, ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഇമോഷൻസും കൂടെ മനസ്സിലാക്കി നമുക്ക് അപ്ഡേറ്റുകൾ AIയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. റൗളപ്പം നമ്മൾ ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചു അല്ലേ. ഇപ്പോൾ റൗളിൻ്റെ പപ്പ മമ്മ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പപ്പ എന്ത് ചെയ്യുന്നു? എൻ്റെ അപ്പ ഇപ്പം ആക്ച്വലി അഡോബി, ആമസോൺ, IBM അവിടെ കുറെ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുള്ള. പക്ഷെ ഇപ്പം കറന്റ്ലി അഡോബിൽ വർക്ക് ചെയ്തോണ്ട് എനിക്ക് അഡോബ് പ്രീമിയർ പ്രോ എഡിറ്റ് ഒക്കെ ചെയ്യാൻ കിട്ടിയ. ഇപ്പൊ കറന്റ്ലി അപ്പ എക്സ്പേബാക്ക് എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അറിയാവോ? ഈ ഗൂഗിൾ പേ പോലെ അതായിട്ട്. ഓക്കെ, ഐ എം സർപ്രൈസ്. അവിടെ അപ്പൊ ലൈക് അവിടെ ഞാൻ പോയി ഇങ്ങനെ ക്ലാസ് ഒക്കെ ഞാൻ അതിന്റെ റെഫറൽ പ്രോഗ്രാമിലൊക്കെ ഞാൻ ഏതൊരു പ്ലാറ്റ്ഫോം വന്നാലും അതിനകത്തൊക്കെ കയറി അതിന്റെ പ്രോസസ് ഒക്കെ നോക്കും. എക്സ്പേ ബാക്ക് അവരെന്തോക്കെ കുറച്ച് റെഫറൽ പ്രോഗ്രാംസ് ഒക്കെ അവർ ലോഞ്ച് ചെയ്ത ടൈമിൽ ഗൂഗിൾ പേ ഒക്കെ പോലെ തന്നെ അവിടെ സ്കാൻ ചെയ്ത ക്രിപ്റ്റോ ഉണ്ട്, അങ്ങനെ ഫുൾ അതാ. സോ എക്സ്പേ അവിടെ എൻ്റെ അപ്പ ജോലി ചെയ്യുന്നത്. അവിടെ ഞാൻ കുറെ മാർക്കറ്റിങ്ങിന്റെ കാര്യം അവിടെയൊക്കെ ഞാൻ AI ടൂൾസ് പറഞ്ഞു കൊടുക്കും, അതൊക്കെയുണ്ട്. പിന്നെ അമ്മ HCL ടെക്നോളജീസ് അവിടെ ഡയറക്ടർ, സൗത്തും ഐ തിങ്ക് മുംബൈ ടു. സോ രണ്ടും ഡയറക്ടറാ. ഒരാളുള്ളൂ റൗൾ, ഒരാളേ ഉള്ളൂ അല്ലേ? ഒരാൾ മതിയല്ലോ അല്ലേ നമുക്ക് ഇതുപോലെ ഒരാള്. അപ്പോൾ റൗളിൻ്റെ പേരൻസിന് ഒരു ബിഗ് സല്യൂട്ട്. റൗളിന് ഇതുപോലെ സഞ്ചരിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തതിന് മറ്റുള്ള പേരൻസും എല്ലാവരും അവരുടെ മക്കൾക്ക് വഴി കാട്ടുന്നതിനോടൊപ്പം ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി അവരെ ഒന്ന് നയിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് ചിറക് വിടർത്തി പറക്കാൻ സാധിക്കും അല്ലേ റൗൾ? അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പക്ഷേ ഇനിയും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. റൗളിൽ ഇനിയും ഒരുപാട് കണ്ടുപിടുത്തങ്ങളുമായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമുക്കിനി വീണ്ടും കാണണം. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ കണ്ട എല്ലാവർക്കും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു റൗൾ. താങ്ക് യു.